ഒരു കിളി വാറിയ ക്വസ്റ്റ്യൻ എന്ന് തോന്നുകയാണെങ്കിൽ അത് ഏതായിരിക്കും? ആൻഡ് ദ ക്വസ്റ്റ്യൻ വാസ് ഒരാളുടെ പറമ്പിലത്തെ ട്രീന്റെ ഇലകൾ സൈഡിലുള്ള നെയ്ബറിന്റെ പറമ്പിൽ പോയി വീഴുന്നു. തിങ്കിൽ നിന്ന് നടത്തുന്നായിരുന്നു, എന്നാൽ ടഫ്. ഇവിടെ വന്നപ്പോൾ ഈസി ആയി. ഞാൻ അവസാനമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തത്. കൃതി വിശ്വനാഥ് ഫ്രം കാലിക്കറ്റ് ബ്രാഞ്ച്. ശിവഗംഗ കാലിക്കറ്റ് ബ്രാഞ്ച്. അഭിരാമി കാലിക്കറ്റ് ബ്രാഞ്ച്. അർജുൻ കോഴിക്കോട്. Pattern was same, 25-75, 25 aptitude and 75 for drawing. And the aptitude part was comparatively easier. Drawing-ല് 5 question ആയിരുന്നു. ഡ്രോയിങ് പാർട്ട് ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിരുന്നു, പക്ഷേ ടൈം മാനേജ്മെന്റ് ചെറിയൊരു ഇഷ്യൂ വന്നു. അവിടെ ക്ലോക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ വന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ മുമ്പത്തേനെക്കാട്ടൊക്കെ ഈസി ആയിരുന്നു. തിങ്കിൻ്റെ മോക്കിനേക്കാളും സിമ്പിളായിരുന്നു. ആപ്റ്റിറ്റ്യൂഡ് നല്ല സിമ്പിളായിരുന്നു, പക്ഷേ ഡ്രോയിങ് എന്താ വെച്ചാൽ കുറേ കവർ ചെയ്യാനും ടൈമും കുറവായിരുന്നു. മൊത്തം ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കിളി വാറിയ ക്വസ്റ്റ്യൻ എന്ന് തോന്നുകയാണെങ്കിൽ അത് ഏതായിരിക്കും? പുതിയതായിട്ട് സോ എല്ലാവർക്കും അത് തന്നെയായിരുന്നു, ഗെയിം ഡിസൈൻ തന്നെയായിരുന്നു കിളി വാറിയ ക്വസ്റ്റ്യൻ. ഗെയിം ഡിസൈനിങ് പുതിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ടോട്ടലി പുതിയതെന്ന് പറഞ്ഞു തോന്നുകയാണെങ്കിൽ എനിക്ക് ഒരു ഫോട്ടോ തന്നിട്ടുണ്ട്, വാഷ് ബേസിൻ സിങ്ക് പോലത്തെ റെയിൽവേ ട്രെയിനിലൊക്കെ. അപ്പോൾ അതിൻ്റെ ഓരോരോ പ്രോബ്ലംസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 5 പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതായിരുന്നു പുതിയതായിട്ട്. അത് എഴുതിയാൽ മാത്രം മതി, വെറുതെ പ്രോബ്ലം കണ്ടുപിടിച്ച് എഴുതിയാൽ മതി, 10 മാർക്ക് എഴുതി. പക്ഷേ ഈ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ഓൾറെഡി നമ്മുടെ തിങ്കിലിന് തന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇതിലത്തെ ഡിഫക്ട്സ് കണ്ടുപിടിച്ച് അതിൻ്റെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമ്മുടെ മൈൻഡ് മാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതൊക്കെയാണ് പ്രോബ്ലംസ്. ലൈക്ക് അതിൽ നിന്ന് നമുക്ക് ലൈക്ക് അത് നമുക്ക് വേഗം ചെയ്യാൻ പറ്റി. ഞാൻ ആദ്യം വിചാരിച്ചാലും അപ്പുറത്ത് വേറെ പ്രൊഡക്റ്റിനാവും വിചാരിച്ചത്, അതുണ്ടായിരുന്നില്ല. സോ പ്രോബ്ലം സോൾവിങ്ങിന്റെ വ്യത്യസ്ത ഭാവങ്ങളായിരുന്നു അല്ലേ ഓരോ ക്വസ്റ്റ്യൻസിലും ഉണ്ടായിരുന്നത്? പല രീതിയിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിരുന്നു, പല വെറൈറ്റി ആയിരുന്നു. കുറെ ഇവിടുന്ന് എടുക്കുക, ലൈക്ക് അങ്ങനെ മിക്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ ടൈം മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും? കംപ്ലീറ്റ് ആയിക്കില്ല എല്ലാവരും? കുഴപ്പമില്ല. ഏറ്റവും ഈസി ആയിട്ട് തോന്നിയൊരു ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ലൈക്ക് കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയപ്പോൾ ഓക്കെ ഇത് ഞാൻ കുറേ ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇത് ഓക്കെ ഇത് എക്സ്പെക്ട് ചെയ്തിരുന്നു, അങ്ങനെ തോന്നിയൊരു ക്വസ്റ്റ്യൻ ഏതായിരുന്നു കമ്പാരിറ്റീവ്ലി? സീൻ ഡ്രോയിങ് ആയിരുന്നു, പെർസ്പെക്റ്റീവ് ഡ്രോയിങ്. ഒരു കാക്കയുടെ പെർസ്പെക്റ്റീവ് ആയിരുന്നു അല്ലേ? ഓക്കെ. കാക്കക്ക് എന്നിട്ട് നിങ്ങൾ ജ്യൂസ് കൊടുക്കാനായിട്ടുള്ള പോരാട്ടമൊക്കെ നടത്തിയോ? പോസ്റ്റർ അതായിരുന്നല്ലേ ക്വസ്റ്റ്യൻ? എന്തായിരുന്നു ആക്ച്വൽ ക്വസ്റ്റ്യൻ? ആ പോസ്റ്റർ ഡിസൈൻ ആക്ച്വൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ കാക്കകൾക്ക് ജ്യൂസ് കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ഡിമാൻഡ് ചെയ്യുന്നു. അതിനൊരു പോസ്റ്റർ ഉണ്ടാക്കി. ഓക്കെ, ചെയ്തില്ലായിരുന്നു നന്നായിട്ട്? റൂമിൽ ക്ലോക്ക് ഇല്ലായിരുന്നു, അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. റൂമിൽ നിന്ന് ടീച്ചർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അത് കഴിയാനായപ്പോൾ പറയാൻ തുടങ്ങി. ലാസ്റ്റ് 1 മണിക്കൂറൊക്കെ ആയപ്പോൾ പറഞ്ഞത് ഇങ്ങനെ 1 മണിക്കൂർ കൂടിയേ ഉള്ളൂ എന്നൊക്കെ. ആപ്റ്റിറ്റ്യൂഡ് ഒരു ഹാഫ് ആൻ അവറിൽ ചെയ്തു. I think the first drawing question, we needed 4 ideas and the question was ഒരാളുടെ പറമ്പിലത്തെ ട്രീന്റെ ഇലകൾ സൈഡിലുള്ള നെയ്ബറിന്റെ പറമ്പിൽ പോയി വീഴുന്നു. അപ്പോൾ he is not ready to cut the tree and this guy doesn't want to clean the leaves. So that was a tricky question, കാരണം 4 ഐഡിയാസ് കുറേ ആലോചിച്ചുണ്ടാക്കേണ്ടി വന്നു. അത് ഒരു ബുക്കിലെ ഒരു പാർട്ടാണ്. അപ്പോൾ ആ ബുക്കിനെ ആ പാർട്ട് കൊണ്ട് അവരെന്താ ഉദ്ദേശിക്കണമെന്നും അത് എന്ത് ടൈപ്പ് ബുക്കാണെന്ന് ചോദിച്ചത്. മാത്സ് ഉണ്ടായിരുന്നില്ല, നോൺ വെർബലും ജീവിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? എനിക്ക് പേഴ്സ്പെക്റ്റീവ് ഡ്രോയിങ് ആയിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു ഡിഫറൻ്റ് ആയിട്ട് ചിന്തിച്ച്, ലൈക്ക് എല്ലാവരും മുകളിൽ നിന്നുള്ള വ്യൂ ആണെങ്കിൽ ഞാൻ അടിയിൽ നിന്നുള്ളൊരു വ്യൂ. അതിൽ കുട്ടി ജ്യൂസ് കൊടുക്കുക, അപ്പോൾ ജ്യൂസിൻ്റെ റിഫ്ലക്ഷനിൽ കാക്കയുടെ തല കാണുന്നു, അങ്ങനത്തെ ഒരു വ്യൂ ഞാൻ. എവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് കാക്കയുടെ പെർസ്പെക്റ്റീവ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. സോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വരക്കാം അവിടെ അല്ലേ? ഓക്കെ. ആൻഡ് ദെൻ അതിൽ ഇത്രയും നിങ്ങൾ ചെയ്തതിൽ ഓക്കെ ഇതെൻ്റെ ബെസ്റ്റ് വർക്കായിരുന്നു, അതിൽ ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതായിരിക്കും? മേ ബി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് അതാണ് ഞാൻ ചെയ്തതിൽ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയത്. ആ ഒരു മരത്തിന്റെ സൊല്യൂഷൻ കൊടുക്കാനായിട്ട് അത് കുറേ ടൈം എടുത്തിട്ടാണ് ചെയ്തത്, അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നി. ഞാൻ സിദ്ധി വിനായക് ജി ഡി. ഞാൻ ട്രിവാൻഡ്രം തിങ്ക് ബാച്ചിലെ ജൂൺ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. മൈ നെയിം ഈസ് അശ്വിൻ. ഞാൻ ഓൺലൈൻ ബാച്ചായിരുന്നു. ഞാൻ രാജേശ്വരി, തിങ്ക് ട്രിവാൻഡ്രത്തിലെ മേ ബാച്ച് ആയിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ വിചാരിച്ചതിനേക്കാളും ഭയങ്കര എളുപ്പമായിരുന്നു ഈ ഒരു എക്സാം. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നും. കാരണം ആ ഡ്രോയിങ് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പം മോഡൽ ചെയ്യുന്നതനുസരിച്ച് നോക്കുവാണെങ്കിൽ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു എല്ലാം കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന്. പക്ഷേ ആ ഒരു ടെൻഷനും ഈ ഒരു എക്സാമിൻ്റെ സമയത്ത് വന്നില്ല, എല്ലാം പഠിപ്പിച്ച് അതേ കണക്കായിരുന്നു, വളരെ എളുപ്പമായിരുന്നു. തിങ്കിൽ നിന്ന് മോഡൽ എക്സാമിനെക്കാട്ടി കമ്പയർ ചെയ്യുവാണെങ്കിൽ ഈസി ആയിരുന്നു. ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ വെച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇത് വന്നപ്പോഴത്തേക്കും ഭയങ്കര ഈസി ആയിട്ട് എല്ലാം ഫിനിഷ് ചെയ്യാൻ പറ്റി. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു, ലോജിക്കൊക്കെ ഈസി ആയിരുന്നു.
പിന്നെ ഡ്രോയിങ്ങും ടൈമിൽ ഫിനിഷ് ചെയ്യാൻ പറ്റി, എല്ലാം ഈസി ആയിരുന്നു. അതെ, തിങ്കിലുള്ള മോഡൽ എക്സാം ഒക്കെ എഴുതിയിട്ട് ഇവിടുത്തെ ടൈം മാനേജ്മെൻറ്റ് കുറച്ച് സിമ്പിളായി. എല്ലാ ക്വസ്റ്റ്യനും പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റി. എല്ലാ ക്വസ്റ്റ്യൻസും പിന്നെ ആപ്റ്റിറ്റ്യൂഡും ആയാലും ഡ്രോയിങ് ആയാലും തിങ്ങിനെക്കാട്ടിലും കുറച്ച് സിമ്പിളായിട്ടുണ്ടായിരുന്നു. സോ അവർ എല്ലാം ടഫ് ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് എക്സാം കുറച്ച് സിമ്പിളായിട്ട് തന്നെ. തിങ്കിൽ നിന്ന് നടത്തുന്നതായിരുന്നു, എന്നാലും ടഫ്. ഇവിടെ വന്നപ്പോൾ ഈസിയായി. കഴിഞ്ഞ കൊല്ലം പോലെ തന്നെ 75-25% തന്നെയായിരുന്നു. ഡ്രോയിങ്ങിൽ അങ്ങനെ ടഫായിട്ടൊന്നുമില്ല, ടൈം കിട്ടാത്ത പ്രശ്നമേ ഉള്ളൂ. പിന്നെ പേഴ്സ്പെക്റ്റീവ് ഡ്രോയിങ്, പിന്നെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് അതിനെ കൊണ്ട് വേറെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ. പിന്നെ വലിയ പാരഗ്രാഫ് വന്നിട്ട് MCQ വന്നതിനെ കൊണ്ട് അത് കുറച്ച് ടഫായിരുന്നു. വലിയ ടൈം പോയില്ലേ, അങ്ങനത്തെ പ്രശ്നങ്ങൾ മാത്രം. ഒബ്ജക്റ്റീവാണ് ഫസ്റ്റ് ചെയ്തത്. പിന്നെ ഡ്രോയിങ്ങിൽ വരുമ്പം ഫസ്റ്റ് 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സിമ്പിള്. ബട്ട് അതിന് കുറച്ച് ടൈം പോയി, കുറച്ച് ചിന്തിക്കാനുണ്ടായിരുന്നു. ആക്ച്വലി നമ്മളെ പഠിപ്പിച്ചപ്പോൾ നമുക്ക് കുറച്ച് ഈ എന്താ പറയുക സീക്വൻസ് ഡ്രോയിങ്ങിനൊക്കെ ബേസ് ചെയ്ത് പഠിപ്പിച്ചായിരുന്നു. അതിനേക്കാളും ഉപരി ഒരു ക്വസ്റ്റ്യൻ ഡ്രോയിങ്ങിൻ്റെ സെക്ഷനിൽ തന്നെ ഫുള്ള് റൈറ്റിംഗ് മാത്രം, ഡ്രോയിങ് വേണ്ട റൈറ്റിംഗ് മാത്രം എന്ന രീതിയിലൊരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു. അതിപ്പോൾ പറയാൻ ഒരു സിങ്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് ഫുള്ളും എഴുത്ത് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഡ്രോയിങ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ച് അതിന് ടൈം പോകുന്നു, പക്ഷേ അത് സിമ്പിളായിരുന്നു ആക്ച്വലി. അല്ലാതെ ബാക്കി പോസ്റ്റർ ഡ്രോയിങ് ഉണ്ടായിരുന്നു, സീക്വൻസ് ഡ്രോയിങ് ഉണ്ടായിരുന്നു. പിന്നെ സാധാരണ കാണുന്ന ആ ഒരു ഡിസൈൻ, പുതിയൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാനോ റീഡിസൈൻ ചെയ്യാനോ ആ ഒരു ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇയർ കമ്പയർ ചെയ്യുവാണെങ്കിൽ പാറ്റേൺ ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. 20-80 ക്വസ്റ്റ്യൻസ്, 20 ആപ്റ്റിറ്റ്യൂഡും ബാക്കി ഓഫ് 5 എന്ന് പറയുന്നത് ഡ്രോയിങ് ക്വസ്റ്റ്യൻസും ആയിരുന്നു. ഇപ്രാവശ്യം ഡ്രോയിങ് ക്വസ്റ്റ്യൻസിൽ സീക്വൻസ് കുറച്ച് ബേസ് ചെയ്ത് പഠിപ്പിച്ചപ്പം സീക്വൻസ് ഇല്ലായിരുന്നു. ഇപ്പം പറഞ്ഞ പോലെ എഴുതാൻ മാത്രമായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് ഭയങ്കര സിമ്പിളായിരുന്നു കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ. ആക്ച്വലി തിങ്കിലെ ഒരു പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റി. കാരണം ആപ്റ്റിറ്റ്യൂഡ് ആയാലും ശരി, ലോജിക്കലെല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റി. ഡ്രോയിങ്ങിൻ്റെ കേസിലായാലും ഫസ്റ്റൊക്കെ എനിക്ക് ഒരു സീൻ ഡ്രോയിങ് വരയ്ക്കാൻ മിനിമം ഒരു 40-45 മിനിറ്റ് വേണം. പക്ഷേ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ഒരു സീൻ ഡ്രോയിങ് ഉണ്ടായിരുന്നു, ഞാൻ ആക്ച്വലി 15 മിനിറ്റ്സ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു സന്തോഷം എനിക്ക് ഏറ്റവും കൂടുതലുള്ളത്. ഞാൻ ബദ്രിനാഥ് MS ആണ്. ഞാൻ May 6th ബാച്ച്, തിങ്കിൽ May 6th ബാച്ചിലാണ്, ട്രിവാൻഡ്രത്താണ്. എക്സാമിനേഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് വെച്ച് നോക്കിയപ്പോഴത്തേക്കും മുമ്പത്തെക്കാളിലും അത്യാവശ്യം നല്ല എളുപ്പമായിരുന്നു ഇപ്രാവശ്യത്തെ എക്സാം ക്വസ്റ്റ്യൻസ്. ആപ്റ്റ്യൂഡ് പാർട്ടിൽ മാത്സ് ഇല്ലായിരുന്നു, അതുകൊണ്ടൊരു മെയിൻ കാര്യം. പിന്നെ GK കുറവായിരുന്നു, മുമ്പ് വന്നുകൊണ്ടിരുന്നതിനെക്കാട്ടിലും നല്ല കുറവായിരുന്നു GK. നോൺ വെബിൾ അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഡ്രോയിങ് പാർട്ടിൽ വന്നിട്ട് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഗെയിം ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പായിട്ടൊരു ടെക്സ്റ്റ് വരും, ഒരു ബുക്കിൽ ഒരു പേജിലുള്ള ഫുൾ ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിലെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാവുന്നത് എങ്ങനെയാണ്, നമ്മൾ മറ്റൊരാളാവാൻ ആഗ്രഹിക്കുന്നതിനെക്കാട്ടിലും നമ്മളാവാൻ നോക്കുക എന്നുള്ള രീതിയിലാണ് ആ ഒരു ഡയലോഗ്സ് വരുന്നത്. ആ ഒരു 5-6 ഡയലോഗ്സ് ഉണ്ടായിരുന്നു. എന്നിട്ട് വന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2 ചോദ്യങ്ങൾ ചോദിക്കും, ഓപ്ഷൻസ് വന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങൾ ചോദിച്ചു. അത് എളുപ്പമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്ന ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗെയിം ഉണ്ടാക്കുക. ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ 20 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും അത് ഒരു 15 മിനിറ്റ്സിനുള്ളിൽ തീർക്കാൻ പറ്റി. പിന്നെ ബാക്കിയുള്ള ടൈമിൽ ഈച്ച് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവർ എടുത്തിട്ട് മാറ്റി വെച്ചാലും ഒരു 20 മിനിറ്റ്സിനുള്ളിൽ ഈച്ച് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അത് തിങ്കിൽ നിന്നും ഈച്ച് ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് 25 മിനിറ്റ്സേ ഉള്ളായിരുന്നു. അപ്പം ആ ഒരു പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് എളുപ്പം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ആപ്റ്റിറ്റ്യൂഡ് വളരെ സിമ്പിളായിരുന്നു ഈ വർഷത്തെ, എല്ലാം ഭയങ്കര സിമ്പിളായിരുന്നു. പിന്നെ ഡ്രോയിങ് ക്വസ്റ്റ്യൻസും എല്ലാം ടൈം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി, വലിയ പാടൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റി. ഓക്കെ, ഞങ്ങൾ മോക്ക് എക്സാംസ് ചെയ്തത് വെച്ച് നോക്കുവാണെങ്കിൽ ആക്ച്വലി അത് കുറച്ചും കൂടി ലെവൽ കൂടുതലായിരുന്നു. പക്ഷേ ആക്ച്വലി അത് എന്തുകൊണ്ടും യൂസ്ഫുൾ ആണ്. കാരണം ആ ഒരു ലെവൽ ചെയ്തുകൊണ്ട് ഈ ഒരു എക്സാം ഭയങ്കര എളുപ്പമായിട്ടാണ് തോന്നിയത്. ഏറ്റവും വലിയ കാര്യം കോൺഫിഡൻസ് നല്ലപോലെ കിട്ടി. ആ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും അതിൽ അരിത്തമെറ്റിക് ആയാലും ശരി, GK ആയാലും ശരി, ലോജിക്കലാണെങ്കിലും ശരി, ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് സെക്ഷൻ ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റി. സാധാരണ ചെയ്യുമ്പോൾ ഒരു 30 മിനിറ്റ്സ് ആണ്. അത് എന്തുകൊണ്ട് മോക്ക് ടെസ്റ്റിൻ്റെ ഗുണം തന്നെയാണ് അത്രയും സ്പീഡ് ചെയ്യാൻ പറ്റിയത്. ഇപ്പം തിങ്കിൽ മോക്ക് എക്സാം ആണെങ്കിൽ 5 ഡ്രോയിങ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 5 ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പം ആ ഒരു ഹാഫ് ആൻ അവർ വെച്ച് ഈച്ച് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു പേടി വരും. പക്ഷേ ഈ ആക്ച്വൽ എക്സാമിനാണെങ്കിൽ 5 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 3 ആയിരിക്കും ഡിഫിക്കൽട്ട്, ബാക്കി 2 ഈസി ആയിരിക്കും. അപ്പം നമുക്കത് എളുപ്പം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. തിങ്ങിൻ്റെ മോക്ക് എക്സാമിൽ ആപ്റ്റിറ്റ്യൂഡും വളരെ ടഫായിട്ടുണ്ടായിരിക്കും. പിന്നെ ഡ്രോയിങ്ങും എല്ലാം ഭയങ്കര ടൈം എടുത്ത് ഐഡിയേഷൻ ചെയ്ത് ചെയ്യേണ്ടതായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം NID മെയിൻ എക്സാം വന്നപ്പം കുറച്ചും കൂടി എല്ലാം സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റി.
പക്ഷേ ഇപ്രാവശ്യം ടൈം മാനേജ്മെൻറ്റ് ഓക്കെ ആയിരുന്നു, കാരണം പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ടൈം വലുതായിട്ട് എടുക്കുന്നത് കൺസ്യൂം ആയില്ല. കിളി പോയ ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആക്ച്വലി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം അത് ആക്ച്വലി ഭയങ്കര സിമ്പിളാണ്. എല്ലാവരും ചിന്തിക്കുന്ന ഒരേ രീതിയിലായിരിക്കും. പക്ഷേ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട്, ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കണം, എന്നാൽ അത് ലോജിക്കലും ആയിരിക്കണം എന്ന് വേണ്ടതുകൊണ്ട് ഇച്ചിരി നേരം ടൈം എടുത്താലും ഐഡിയ ആക്ച്വലി കിട്ടാൻ പറ്റി. പുറത്തിറങ്ങിയ ആൾക്കാരടുത്ത് ചോദിച്ചപ്പം അവരെല്ലാം ഓൾമോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഐഡിയാസാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ചെയ്ത ഇച്ചിരി പലർക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ആക്ച്വലി അതൊരു പ്ലസ് പോയിന്റ് ആണ് സാറുമാർ പറയുന്നത് വെച്ചിട്ട്. ഇപ്പം നമ്മൾ സ്ട്രീറ്റ് വ്യൂ വരയ്ക്കുമ്പോഴോ എന്തെങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സ്ട്രീറ്റ് വ്യൂയുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ചെയ്യുമ്പോൾ ഇച്ചിരി എക്സ്ട്രാordinary ആയിട്ട് വരയ്ക്കണമെന്ന് നമ്മൾ ചിന്തിക്കാറുള്ളൂ. പക്ഷേ ടൈം ഇച്ചിരി ഇതായതുകൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ആദ്യം വരച്ചു പോകും. പിന്നെ ആണെങ്കിൽ സീക്വൻസ് ഡ്രോയിങ്ങിൽ തന്നെ കുറേ ഒരു 4 മെത്തേഡ് കാണിക്കാൻ പറഞ്ഞത് നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാം ആദ്യം എഴുതിയിട്ടു, എന്നിട്ട് ലാസ്റ്റിലെ 4 എടുത്തിട്ട് വരച്ചു. ഫസ്റ്റിലെ ഒരിക്കലും അവർ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റിലെ കുറേ എടുക്കലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടപ്പം കുറച്ച് കിളി പോയായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 ഐഡിയാസ് ഭയങ്കര സിമ്പിളായിട്ട് കിട്ടി, പിന്നെ 4 എണ്ണം വരയ്ക്കാനുണ്ടായിരുന്നു. അതിൽ പക്ഷേ 2 എണ്ണം വരച്ചപ്പോഴത്തേക്കും ഐഡിയേറ്റ് ചെയ്യാൻ കുറേ നേരം എടുത്തായിരുന്നു. ബാക്കിയെല്ലാം പിന്നെയും മാനേജ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. എൻ്റെ പേര് മുഹമ്മദ് അസ്ലം, CD 218 ബാച്ചാണ്. പിന്നെ ക്രാഷ് കോഴ്സിൽ ഓൺലൈൻ ക്ലാസ്സിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. വിചാരിച്ച പോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. വിചാരിച്ച പോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്താ മനസ്സിലായി അത് വരച്ചു വെച്ചിട്ട്. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഗെയിം മേക്കിംഗ്, അത് അത്യാവശ്യം പാടായിരുന്നു. പിന്നെ ആപ്റ്റിറ്റ്യൂഡ് പാർട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നു. ടോപ്പിക്സ് ഏത് സൈഡിൽ നിന്നാണ് കൂടുതൽ വന്നേ? ടോപ്പിക്സ് ഫിഗേഴ്സിന്റെ ടോപ്പ് വ്യൂ, പിന്നെ അതുപോലെ ഫ്രണ്ട് വ്യൂ, അതിൻ്റെ ഇത് കാണാൻ നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ആദ്യത്തെ ഒരു ബാക്കിയുള്ളവർ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ചാൻസിലൊക്കെ കിട്ടൂല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ എക്സാം എഴുതിയിട്ട് എനിക്ക് തോന്നുന്നത് നല്ല ചാൻസ് ഉണ്ടെന്നാണ് കിട്ടാൻ. കാരണം അത്ര എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നല്ല ഹാർഡ് വർക്ക് എനിക്ക് ചെയ്യാൻ പറ്റി, എൻ്റെ എഫേർട്ടെല്ലാം കൊണ്ടുവരാൻ പറ്റി. സോ ഐ ബിലീവ് ഐ ക്യാൻ. ഞാൻ കുറേ അലൂമിനൈസിൻ്റെ ഇൻ്റർവ്യൂ കേൾക്കാൻ നേരത്തെ അവർ പറയാറുള്ള അവർ ഫസ്റ്റ് ഇയർ എഴുതി കിട്ടിയില്ല, പിന്നെ റിപ്പീറ്റ് അടിച്ചു, അപ്പോഴാണ് കിട്ടിയത്. പറഞ്ഞ പോലെ തന്നെ എഴുതി വന്നപ്പോൾ ഈസി ആയിട്ട് തോന്നി, നല്ല പേപ്പർ നല്ല ഈസി ആയിരുന്നു. അപ്പോൾ ഒരു നല്ല കോൺഫിഡൻസ് ഉണ്ട് കിട്ടുമെന്ന്. ഇനിയും കിട്ടിയാൽ ഇനി സ്റ്റുഡിയോ ടെസ്റ്റ് വെച്ചിട്ടിരിക്കും ബാക്കി. കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത്രയും വർക്ക് ചെയ്ത എല്ലാം അതിനകത്ത് ഔട്ട്പുട്ടായിട്ട് ഇടാൻ പറ്റിയിട്ടുണ്ട്.